ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 108ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവചനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം ചെയ്യുന്ന നമ്മുടെ ദൈവ സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് റെവറൻഡ് ബിനോയ് തോമസ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ള തിരുവല്ലയിൽ നിന്നുമാണ്. തിരുവല്ലയിലുള്ള റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ് ആണ് പ്രിയ ദേവദാസൻ. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ വലിയ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി സന്തോഷത്തോടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഈ നല്ല സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിന്റെ 108ാമത് ഓൺലൈൻ വർഷിപ്പിൽ ഇന്ന് രാത്രി എനിക്കും നിങ്ങളോട് കൂടെ ജോയിൻ ചെയ്യുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ശ്രീ ഡിന്നി, അതുപോലെ കൂട്ടുദാസൻ പ്രിയ ഡിന്നി ബ്രദർ, മറ്റ് ദൈവമക്കൾ, കർത്താവിന്റെ ദാസന്മാർ, വിശേഷാൽ ജിദ്ദയിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന സൂസൻ തോമസ്, എൻ്റെ കുടുംബം, മറ്റ് പ്രിയപ്പെട്ടവർ, അതുപോലെ എൻ്റെ ചർച്ചിലെ മെമ്പറും കൂടി ആയിരിക്കുന്ന റിജമോള്, ഇന്ന് വർഷിപ്പ് ലീഡിയാൻ കർത്താവ് സഹായിച്ചല്ലോ പ്രിയ റീജ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് കർത്താവ് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ഈ 108ാമത് ഓൺലൈൻ ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിനകത്ത്, പ്രത്യേകിച്ച് ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിനകത്ത് എനിക്കും ജോയിൻ ചെയ്യുവാൻ കർത്താവ് അവസരം ഒരുക്കിയ സ്തോത്രം. റീജ എന്നെ പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്യാൻ ഇച്ചിരി പാടുള്ള തലത്തിലായിരുന്നു കാര്യങ്ങളെങ്കിലും കർത്താവ് കാര്യങ്ങളെ ക്രമീകരിച്ചതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ജൂലൈ മാസം 2-ാം തീയതി എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. അവിടുന്ന് വലിയ ഒരു മിറക്കിൾ കർത്താവ് അയച്ച് എൻ്റെ അമ്മയെ കർത്താവ് വിടുവിച്ചു. എന്താ പറയുന്നത്, അമ്മയ്ക്കുണ്ടായ ആ വലിയ ഒരു കാർഡിയാക് അറസ്റ്റില് മാസീവ് അറ്റാക്ക് ആയിരുന്നു. എന്നാൽ കർത്താവ് ഇറങ്ങി വന്ന് ഒരു മിറക്കിൾ അയച്ചു. ആ ബ്ലോക്ക് അവിടുന്ന് പൊട്ടിപ്പോകത്തക്ക തലത്തിൽ കർത്താവ് ഒരു ഭയങ്കര ഒരു അതിശയം കർത്താവ് അയച്ചു. അങ്ങനെ കർത്താവ് അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. ഇന്ന് അമ്മയെ ശരിക്കും ഡോക്ടർ പറഞ്ഞിട്ട് ഇന്ന് കൊണ്ടുചെല്ലേണ്ട ദിവസമാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഇന്ന് ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞനുസരിച്ചാണ് ഇന്ന് ഞങ്ങള് രാവിലെ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥയൊക്കെ ഉണ്ടായി. BP ഒക്കെ ഇച്ചിരി ഷൂട്ടപ്പായി, പെട്ടെന്ന് ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ വന്നു. അങ്ങനെ വേഗത്തിൽ ECG ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ലങ്സിനകത്ത് അല്പം വെള്ളം കെട്ടിയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ബന്ധത്തിൽ 2 ദിവസം CCUവിൽ അഡ്മിറ്റ് ആണ്. ഈ മക്കളുടെ പ്രാർത്ഥനകൾക്കെല്ലാം നന്ദി. പരിപൂർണ്ണ വിടുതലോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ പേര് വിനോദ് തോമസ് എന്നാണ്. സ്വദേശം തിരുവല്ലയ്ക്കടുത്ത് ചാത്തങ്കരിയാണ്. ഞാൻ പ്രദാനം ചെയ്യുന്ന ചർച്ചിന്റെ പേര് റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യ. ഇന്ന് കേരളത്തിലും അത് കൂടാതെ മറ്റ് 9 സ്റ്റേറ്റുകളിലും കൂടിയായി ഏകദേശം ദൈവകൃപയാൽ 140ഓളം ചർച്ചുകൾ നമുക്കുണ്ട്. നമ്മുടെ ചർച്ച് ഒരു നേറ്റീവ് മിഷണറി മൂവ്മെന്റ് ആയിട്ടാണ് ദൈവകൃപയിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റിലും അതാത് ഭാഷയിലുള്ള അതാത് സ്റ്റേറ്റിലുള്ള ലോക്കൽ വിശ്വാസികളിൽ നിന്ന്, അല്ലെങ്കിൽ ആ സാധാരണക്കാരായിട്ടുള്ള ദൈവമക്കളിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാപ്തരാകുന്നവരെ വേർതിരിച്ച് കർത്താവ് അവർക്ക് വേണ്ടി അവരെ കൈവച്ച് വേർതിരിച്ച് കർത്താവിന്റെ വേലയിൽ ഉത്സവരാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ ചർച്ച് പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി സൗദി അറേബ്യയിൽ ജോലിയോടുള്ള ബന്ധത്തിൽ തായിഫിലുണ്ടായിരുന്നു. എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ 43ാമത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മാരക രോഗം എൻ്റെ ജീവിതത്തിൽ വന്നു. ഗില്ലിയൻ ബാരക് സിൻഡ്രോം എന്നാണ് രോഗത്തിന്റെ പേര്. ഏകദേശം 10-18 ലക്ഷം രൂപ മുകളിൽ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് സൗഖ്യമില്ലാതെ ഏകദേശം ഒരു 6 മാസത്തോളം എറണാകുളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ തളർന്നു കിടന്നതാണ്. എന്നാൽ അവിടെ നിന്ന് വലിയവനെ കർത്താവ് ഇറങ്ങി വന്ന് കർത്താവിന്റെ സൗഖ്യമാക്കി. അങ്ങനെ കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ചർച്ച് പ്ലാനിങ്ങിനുള്ള ബന്ധത്തിൽ ഞങ്ങളെ കർത്താവ് നിർത്തിയിരിക്കുന്ന കർത്താവിന്റെ കൃപകൾക്കാട് സ്തുതിക്കുന്നു. ചർച്ച് പ്ലാനിങ്ങിനുള്ള ബന്ധത്തിൽ ദൈവം ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നു. അതനുസരിച്ച് കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ആ ശുശ്രൂഷയിലാകുന്നു. അപ്പോൾ തന്നെ തിരുവല്ല സിറ്റിയിൽ നമ്മുടെ 2008 സ്റ്റാർട്ട് ചെയ്യപ്പെട്ടൊരു വർക്കുണ്ട്. അവിടെയാണ് ഞാൻ നാട്ടിലുള്ളപ്പോൾ അവിടെ പാസ്റ്ററായിട്ട് അവിടെ കാണും. ചർച്ചിന്റെ സീനിയർ പാസ്റ്ററായിട്ടും
അതുപോലെ റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ജനറൽ പ്രസിഡന്റ് ആയിട്ടും ഒക്കെ കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ കൃപ നമ്മെല്ലാവരുടെ മേൽ വ്യാപരിക്കട്ടെ. നമ്മുടെ ദൈവം അതിശയങ്ങളുടെ കർത്താവാണ്. നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമുക്കറിയാം, ഈ കോവിഡ് സമയത്ത് ദുഷ്ടപിശാച് ശരിക്കും പറഞ്ഞാൽ അവൻ സ്തോത്രം സഭകളുടെ കൂട്ടായ്മകളെല്ലാം ഇല്ലാതായി. എന്താ പറയുന്നത്, ആ നിലകളിൽ ജനത്തിന് ഒരുമിച്ച് കൂടുവാൻ കഴിയാത്ത തലത്തിൽ ദുഷ്ടപിശാച് തന്ത്രങ്ങളെ മെനഞ്ഞെടുത്ത് സർവശക്തനായ ദൈവം സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ ഇങ്ങനെയുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ നടക്കത്തക്ക തലത്തിൽ കർത്താവ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ അതേ ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിലധികമായിട്ടൊക്കെ ഞങ്ങൾ നമ്മെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അനേക സൂം പ്ലാറ്റ്ഫോമുകളുണ്ട്. അതെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി കർത്താവിന്റെ ദാസി പ്രിയ സിസ്റ്ററെ കൂട്ടുദാസനെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തട്ടെ. ഈ പ്ലാറ്റ്ഫോമിലൂടെ അനേകർക്ക് വിടുതലും ആശ്വാസവും കർത്താവ് നൽകട്ടെ. നമ്മുടെ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ഏത് അവസരം കിട്ടിയാലും അത് പാഴാക്കാതെ കർത്താവിന്റെ സുവിശേഷം പ്രസിദ്ധപ്പെടുത്തുന്നതിൽ ഘോഷിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായി നമുക്കായിരിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എവിടെ ആയിരുന്നാലും നമ്മൾ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നിൽക്കുക. ഏത് സാഹചര്യത്തിലും സമയത്തിലും അസമയത്തിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. കരമുയർത്തി ഒരിക്കൽ കൂടുന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കൾക്ക് ഇത് രാത്രി ഹൃദയത്തിനകത്ത് കർത്താവ് തന്ന ഒരു ആലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. നമ്മുടെ ദൈവം അതിശയങ്ങളുടെ രാജാവാണ്. നമ്മുടെ കർത്താവ് ഒഴികെ നമുക്കൊരു നന്മയില്ല. അവന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ആകയാൽ വളരെ പ്രതീക്ഷയോടുകൂടെ തുടർന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് പ്രകാശിപ്പിച്ച ഒരു ദൂത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ, ഹൂ ഈസ് ഹോളി സ്പിരിറ്റ് ഇൻ us. ദൈവം തന്റെ മക്കളിൽ പരിശുദ്ധാത്മാവിനെ ഏതൊക്കെ നിലകളിലാണ് നമ്മുടെ ജീവിതത്തിൽ ആക്കി വച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ആടുകളുടെ രക്തത്തിനോ കോലാടുകളുടെ രക്തത്തിനോ പശുക്കിടാക്കളുടെ രക്തത്തിനോ കഴിയാതെ വന്നപ്പോൾ തിരുവെടുത്ത് പറഞ്ഞു, സർവശക്തനായ ദൈവം തന്നെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു. 1 തീമോഥെയോസ് 3:16 പറയുന്നു, അദൃശ്യനായിരുന്ന ദൈവം, സർവശക്തനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു. അതാണ് യേശു. ഹല്ലേലൂയ. അവൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചപ്പോൾ സ്വർഗം അവനെ വിളിച്ചത് ദൈവപുത്രൻ എന്നാണ്. ദൈവപുത്രൻ. സ്തോത്രം. ദൂതന്മാരിലൂടെ അവൻ പ്രവചനാത്മാവിൽ കർത്താവ് സംസാരിച്ചിട്ടുള്ള ദൂതന്മാരിലൂടെ കർത്താവ് വീണ്ടും ജോസഫിന് വെളിപ്പെടുത്തി. അവൻ മനുഷ്യനായി നമ്മോട് കൂടെ നടക്കുന്ന ദൈവമായി നിൽക്കും. അപ്പോൾ അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് വചനം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെ 2023 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ അദൃശ്യനായിരുന്ന ദൈവം, സർവശക്തനായ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് അവതരിച്ചു. അതാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാന്റെ സുവിശേഷം 1:14. സ്തോത്രം. അങ്ങനെ ജഡമായി തീർന്ന ക്രിസ്തു, ജഡമായി തീർന്ന വചനം. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, 33 തിരുവയസ്സ് വരെ ജീവിച്ചും ശുശ്രൂഷിച്ചും ദൈവപുത്രൻ എന്ന് തെളിയിച്ച ശേഷം മനുഷ്യകുലത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ നമുക്ക് വേണ്ടി പരമയാഗമായി അർപ്പിക്കപ്പെട്ടു. തന്റെ രക്തം കൊണ്ട് മനുഷ്യകുലത്തെ മുഴുവൻ വീണ്ടെടുക്കേണ്ടത് തന്റെ രക്തം അർപ്പിച്ചുകൊണ്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യകുലത്തെ വീണ്ടെടുക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി അകൃത്യാഗമായി തീർക്കപ്പെട്ടു. തിരുവെടുത്ത് പറയുന്നു, ഒരു കഷ്ടം അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ മരണത്തെയും പാതാളത്തെയും ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 Corinthians chapter 3 അവൻ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരും. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, അദൃശ്യനായിരുന്ന ദൈവം മനുഷ്യനായി തീർന്ന കർത്താവ് ഇപ്പോൾ ആത്മാവായി തീർന്നിരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. കർത്താവ് ആത്മാവാകുന്നു, ഇപ്പോൾ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. സോ നൗ ദ ലോർഡ് ഈസ് സ്പിരിറ്റ്. ഹല്ലേലൂയ. ജഡമായി തീർന്ന കർത്താവ്
ഇപ്പോൾ ആത്മാവായി തീർന്നിരിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, എപ്പോൾ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ തേജസ്കരിക്കപ്പെട്ടതോടുകൂടെ തന്റെ ആത്മാവിനെ തന്റെ ദാസന്മാരുടെ മേൽ, തന്റെ അപ്പോസ്തലന്മാരുടെ മേൽ, തന്റെ സഭയുടെ മേൽ സ്വർഗം പകരത്തക്ക തരത്തിൽ കർത്താവിന്റെ കൃപകളെ കർത്താവ് പകർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, നിങ്ങളിൽ ഇപ്പോൾ കർത്താവായി ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ട് അവനോട് ചേർന്നിരിക്കുവാൻ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നിങ്ങളോടും എന്നോടും പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മിൽ കർത്താവായി വ്യാപരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏത് ഇടങ്ങളിലും നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് ജയത്തോടെ നടത്തത്തക്ക തലത്തിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമുക്ക് വേണ്ടി കർത്താവായി തീർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ ആത്മാവ് തന്ന പ്രകാശം അതാണ്. അതായത് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മിൽ എങ്ങനെയാണ് നമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് തിരുവെഴുത്ത് പറയുന്നു, ഹി ഈസ് അവർ ലോർഡ് ഓവർ എവ്രിതിങ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏടുകളിലും കർത്തൃത്വം നടത്തുന്നവനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർന്നിരിക്കുകയാണ്. നാം ഭരപ്പെടുന്ന, നാം വേദനിക്കുന്ന എന്തു വിഷയമാണെങ്കിലും ആ വിഷയത്തിന് പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നാം ഭാരപ്പെടുന്ന, അത് രോഗമാകട്ടെ, ജോലിയിലെ പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ നാം നേരിടുന്ന എന്തു പൈശാചിക വെല്ലുവിളികളാണെങ്കിലും അതിനെ ജയം തരത്തക്ക തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി തന്നെ ആമേൻ പറയാനുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മിൽ കർത്താവായി വ്യാപരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? അവിടെ തന്നെ പറഞ്ഞിങ്ങനെയാണ്, ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. So where there is the Holy Spirit, there is the freedom of God in Christ. ക്രിസ്തുവിൽ എവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമോ അവിടെ ജനത്തിന് സ്വാതന്ത്ര്യമുണ്ടാകും. ബന്ധനങ്ങൾ അഴിയുവാൻ തുടങ്ങും, കെട്ടുകൾ പൊട്ടുവാൻ തുടങ്ങും, പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾ അഴിയത്തക്ക തലത്തിൽ ദൈവാത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ഈ രാത്രി ചില വിടുതലുകളെ കർത്താവ് അയക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുള്ളിടത്ത് ബന്ധനങ്ങളില്ല, ബന്ധനങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. കാരണം അവിടെ വചനം പറയുന്നു, എവിടെ കർത്താവിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ ബന്ധനങ്ങൾക്ക് പവർ ഇല്ല. കാരണം തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, ബന്ധനമില്ലാത്ത ദൈവവചനത്താൽ കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട്, ബന്ധനമില്ലാത്ത ദൈവവചനത്താൽ സ്വർഗം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു ദുഷ്ടശക്തിക്കും നമ്മളെ ഒതുക്കുവാൻ കഴിയാത്ത തലത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവായി, സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ആത്മാവായി അവൻ നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി പറയാം, മെഡിക്കൽ സയൻസ് എന്നെ നോക്കി പറഞ്ഞു, ഇതിനി ഒരിക്കലും സംസാരിക്കുന്നില്ല. കാരണം 4.5 മാസം വെന്റിലേറ്ററിലൂടെ ട്രക്കിയോസ്റ്റമി ട്യൂബൊക്കെ ഇട്ട് ശ്വാസം എടുത്ത ഒരാളാണ് ഞാൻ. ഏകദേശം 4.5 മാസം വെന്റിലേറ്ററിൽ കിടന്ന ആളാണ്. എന്റെ വോക്കൽ കോഡ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോയതാണ്. എന്നാൽ കഴിഞ്ഞ 25 വർഷമായി 1 മിനിറ്റ് പോലും കളയാതെ ഞാൻ എന്റെ കർത്താവിനെ വാനോളം ഉയർത്തുകയാണ്. എന്റെ സ്വതന്ത്രം എന്നെ കർത്താവ് സൗഖ്യമാക്കിയപ്പോ എനിക്ക് ശ്വാസം എടുക്കുവാനിട്ടിരുന്ന വെന്റിലേറ്റർ എടുത്ത് മാറ്റുമ്പോ, ഹല്ലേലൂയ, ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം, എന്റെ വോക്കൽ കോഡ് കംപ്ലീറ്റ് ഡാമേജ് ആണ്. ഇനി അവൻ ആയുസ്സുള്ള കാലത്തോളം സംസാരിക്കാൻ കഴിയത്തില്ല, തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല, ഒരു ചെറുവിരൽ പോലും ഒരു ചെറിയ കാര്യം പോലും സ്വയം ചെയ്യുവാൻ കഴിയാത്ത തലത്തിൽ നിസ്സഹായനായിരിക്കുന്നൊക്കെ ഡോക്ടർമാർ എന്നെ നോക്കി വിധി എഴുതിയതാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, കർത്താവ് തൊട്ടത് കൊണ്ട്, ഹല്ലേലൂയ, എന്റെ ഒരു രോമത്തിന് പോലും കേടുവരുവാൻ കർത്താവ് സമ്മതിച്ചില്ല. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ചില വിഷയങ്ങളിൽ ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആ പ്രയാസം വന്നതുകൊണ്ട് നീ തീരാൻ പോകുന്നു എന്ന് ശത്രു നിന്നോട് വാദിക്കുമ്പോൾ നീ ഭരണം ഇല്ല. എവിടെ ശത്രുവിനെ തീർക്കാൻ പദ്ധതിയിട്ടോ അവിടെ തുടങ്ങുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ. എവിടെ ശത്രു സ്റ്റോപ്പ് ചെയ്യുമോ അവിടെ നിന്ന് തുടങ്ങുവാൻ അനുവാദം തരുന്ന, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാൻ പവർ തരുന്ന ഒരു വലിയ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. സോ ഇന്ന് രാത്രി വിശ്വസിക്കണം, അവന്റെ സാന്നിധ്യം
വ്യാപരിക്കുന്നിടത്ത് ഒരു ബന്ധനങ്ങൾക്കും പവറില്ല, ഒരു പൈശാചിക ശക്തികൾക്കും നമ്മെ ജയിക്കുവാൻ കഴിയാത്ത തലത്തിൽ തിരുവെടുത്ത് പറയുന്നു, പരിശുദ്ധാത്മാവ്, കർത്താവിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ നാമേൻ പറഞ്ഞോട്ട്. ഹല്ലേലൂയ. പല സമയങ്ങളിലും ശത്രുവായവൻ നമ്മളെ നിരുത്സാഹപ്പെടുത്തി നമ്മുടെ ഓട്ടം താറുമാറാക്കി നമ്മെ മുന്നോട്ട് വിടുവാൻ സമ്മതിക്കാത്ത തലത്തിൽ അവൻ സ്ട്രഗിൾസ് കൊണ്ടുവന്ന്, ഹഡിൽസ് കൊണ്ടുവന്ന്, ഒബ്സ്റ്റക്കിൾസ് കൊണ്ടുവന്ന് നമ്മളെ മുന്നോട്ട് വിടാതെ നമുക്കെതിരെ വാദിക്കാൻ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ധൈര്യത്തോട് പറയണം, ശത്രു പെരുവെള്ളം പോലെ നിനക്കെതിരെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ജയാളിയായി എഴുന്നേൽക്കുകയാണ്. നിനക്ക് വേണ്ടി ജയാളിയായി എഴുന്നേറ്റ് അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മെ അവൻ നടത്തുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക ദൈവമക്കളെ, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവാണ്. അവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നാമത് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവായി, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ആത്മാവായി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വേഗത്തിൽ നമുക്കൊരു വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-18 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അടുത്ത് പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് ഇടപെട്ട ഒരു കാര്യം അവിടെ വായിക്കുകയാണ്. I will pour out my spirit upon all flesh. ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും പകരും. ഞാൻ അവരുടെ മേൽ എന്റെ ആത്മാവിനെ ഒഴിക്കും. ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരും. ഞാൻ അവരുടെ മേൽ പകരും. ഹല്ലേലൂയ. ഈ പകരുക എന്ന പദം, സ്തോത്രം, അല്ലെങ്കിൽ pour out, ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, പകരുക എന്ന് പറഞ്ഞാൽ പടിനിമമായി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അത് അനോയിന്റിങ്ങിനെ കാണിക്കുകയാണ്, അഭിഷേകത്തെ കാണിക്കുകയാണ്. എന്നോട് പറഞ്ഞിട്ട് എന്തായിട്ട് കാണിക്കുകയാണ്? അഭിഷേകത്തെ കാണിക്കുകയാണ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അവൻ വിശ്വസിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ അഭിഷേകമായി വ്യാപരിക്കുക. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കർത്താവായി മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവായി മാത്രമല്ല, തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, ഇപ്പോൾ അവന്റെ ആത്മാവ് നമ്മുടെ മേൽ അഭിഷേകമായി പകരപ്പെട്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ലൈക്ക് ആൻ അനോയിന്റിംഗ് ഫ്രം ഗോഡ്. ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകമായി, ആത്മപകർച്ചയായി പരിശുദ്ധ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന അഭിഷേകം അവന്റെ സാന്നിധ്യത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്കകത്ത് വേണ്ടുന്ന വിശേഷമായ കർത്തൃത്വം അവന്റെ സന്നിധാനത്തിലുണ്ട്. എത്രത്തോളം ദൈവാത്മാവിനോട് ചേർന്ന് നമ്മൾ നടക്കാൻ തുടങ്ങുമോ ആ ഏരിയകളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ തരുവാൻ തക്കവണ്ണം അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ പകരപ്പെടുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചു തന്നിരിക്കുന്നത് ഒരു അന്ത്യകാല അവൻ സ്വത്രം ആത്മപകർച്ചയായി, ഒരു അനോയിന്റിംഗ് ആയി, അഭിഷേകമായി സ്വർഗം നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി നാം കർത്താവിന്റെ ആത്മാവിന് നന്ദി പറയണം. കർത്താവിന്റെ ആത്മാവേ, നീ എന്റെ മേൽ അഭിഷേകമായി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. പടിനിമ ഭക്തന്മാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ ഒരു വിശേഷമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കാൻ തുടങ്ങുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, പ്രവാചകന്മാരിലൂടെ അവൻ അവൻ ഒരുക്കിയെടുത്ത വിശേഷ തൈലം, അഭിഷേക തൈലം, തൈലക്കൊമ്പിനകത്ത് കൊണ്ടുവന്ന് അവൻ സ്വത്രം, അവൻ ദൈവം നിയോഗിക്കുന്ന ആ വ്യക്തി അത് കൊണ്ടുവന്ന് അവൻ ആരെയാണോ ആ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കേണ്ടത്, അഭിഷേകം ചെയ്യേണ്ടത്, ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്ന് ഈ അവൻ സ്വത്രം എണ്ണ അവരുടെ മേൽ ഒഴിച്ചുകൊണ്ട് പകർന്നുകൊണ്ട് അവന്റെ മേൽ ദൈവത്തിന്റെ നിയോഗത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, പഴനിയമം അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മ പറയുകയാണ്, അവൻ തന്റെ ആത്മാവിനെ ഇപ്പോൾ നമ്മുടെ മേൽ അഭിഷേക തൈലമായി അവൻ നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ, ശത്രുവിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാതെ ധൈര്യത്തോടെ ചെയ്യുവാൻ, ഒരു പ്രതിസന്ധിയെ വകവയ്ക്കാതെ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചെന്ന് വിശ്വസ്തയോടെ
എന്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അഭിഷേകമായി വ്യാപരിച്ചാൽ ഉണ്ടാകുന്ന ഗുണം? അവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ അഭിഷേകം ഒരുവന്റെ മേൽ വ്യാപരിച്ചാൽ, പരിശുദ്ധാത്മാവ് അഭിഷേകമായി ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിച്ചാൽ, അത് അവന്റെ കുടുംബത്തിന്റെ മേൽ അത് വ്യാപരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആ കുടുംബം മുഴുവൻ ഹല്ലേലൂയ ദൈവിക പദ്ധതിക്ക് വേണ്ടി എഴുന്നേറ്റ് വരത്തക്ക തലത്തിൽ ആത്മാവിന്റെ വിശേഷമായ പകർച്ച ആ വ്യക്തിയിലൂടെ ആ വീട്ടിലുള്ള എല്ലാവരുടെ മേലും വ്യാപരിക്കും. ഇതിനകത്ത് വിശ്വസിക്കുന്നു. സിസ്റ്ററിന്റെ മേൽ കർത്താവ് പകർന്ന അഭിഷേകം ആമൻ സിസ്റ്ററിന്റെ കൂട്ടുദാസന്റെ മേലുണ്ട്. ആ കുടുംബത്തിലുള്ള സകല മേൽ ദൈവം പകർന്നിരിക്കുക. അതുരമന ഘടക ശത്രുരാധികതരം. ഇതിനകത്ത് ഡെന്നി ബ്രദറിനോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, അവൻ നിന്നെ ഞാൻ ഒരു വലിയ വേലയ്ക്ക് വേണ്ടി ആക്കാൻ പോകുക, നിന്നെ ഒരു വലിയ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ നിയോഗിക്കാൻ പോകുക, എന്റെ വിശേഷമായ കൃപ ഞാൻ നിന്നെ മേൽ പകരാൻ പോകുക. നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് നീ വിചാരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, എന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ അഭിഷേകമായി നിന്റെ മേൽ പകരപ്പെട്ട് നീ ആളുമാറിയവനെ പോലെ ആളുമാറത്തൊക്കെവണ്ണം എന്റെ വിശേഷമായ സാന്നിധ്യം കൊണ്ടും അഭിഷേകം കൊണ്ടും എന്റെ ആത്മാവിന്റെ നിറവ് കൊണ്ടും ഞാൻ നിന്നെ നിറച്ച് എന്റെ മഹിമയ്ക്കായി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നു. അപ്പൊ ദൈവമക്കളെ ശ്രദ്ധിക്കുക. തിരുവെടുത്ത് പഠിപ്പിക്കുന്നു, ഈ അഭിഷേകമായി ദൈവാത്മ നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ അത് നമ്മുടെ എൻ്റയർ ഫാമിലിയിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. നിന്റെ പുത്രന്മാർ പ്രവചിക്കാൻ തുടങ്ങും, നിന്റെ യൗവനക്കാർ പുത്രന്മാർ പ്രവചിക്കാൻ തുടങ്ങും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കാൻ തുടങ്ങും, നിങ്ങളുടെ വാർദ്ധക്യത്തിലിരിക്കുന്നവർ സ്വപ്നങ്ങളെ കാണുവാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ അവൻ സ്വത്രം ഇത് അവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അഭിഷേകമായി വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ സമസ്ത മേഖലകളിലും അത് വിടുതലുകളെ കൊണ്ടുവരുമെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകമായി നമ്മുടെ മേൽ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന അടുത്ത മറ്റൊരു പ്രത്യേകത, യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരാം, നമുക്ക് നോക്കാം. വേഗത്തിൽ എടുത്തോട്ട് 10-ാം അധ്യായം. എന്താണ് അഭിഷേകത്തിന്റെ മറ്റൊരു പ്രത്യേകത? അവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അഭിഷേകമായി വെളിപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? വേഗത്തിൽ നമുക്ക് വായിക്കാം. 27-ാമത്തെ വാക്യം വചനം പറയുന്നു, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അടുത്തത്, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പുഷ്ടി നിമിത്തം അവൻ ഹിബ്രു ഭാഷയിൽ, എബ്രായ ഭാഷയിൽ അനോയിന്റിംഗ് എന്ന പദത്തിന് സ്തോത്രം ഉപയോഗിക്കുന്ന മറ്റൊരു പദപ്രയോഗമാണ് പുഷ്ടി. അഭിഷേകത്തെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പദപ്രയോഗമാണ് പുഷ്ടി എന്ന് പറഞ്ഞ തിരുവെടുത്ത് പറയുകയാണ്, പുഷ്ടി നിമിത്തം, അഭിഷേക നിമിത്തം നുകങ്ങൾ തകരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അഭിഷേകമായി വ്യാപരിക്കാൻ തുടങ്ങിയ, നിനക്ക് വിരോധമായി ശത്രു വച്ചിരിക്കുന്ന ഏത് വലിയ നുകങ്ങളാണെങ്കിലും, ശത്രു നിനക്കെതിരെ വച്ചിരിക്കുന്ന എത്ര വലിയ പദ്ധതികളാണെങ്കിലും, അവന്റെ സകല നുകങ്ങളും അവന്റെ സകല പ്ലാനുകളും തകർന്നു മാറത്തക്ക തലത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വിശേഷമായ ഇടപെടൽ ആ വ്യക്തിയുടെ മേൽ, ഈ അഭിഷേകം വ്യാപരിക്കുന്ന ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടുമെന്ന് വിശുദ്ധ തിരുവെടുത്ത് പഠിപ്പിക്കുകയാണ്. ഇവിടെ വായിക്കുന്നു, അന്നാളിൽ അവന്റെ ചുമട്, പിശാച് നിന്റെ മേൽ വെച്ചിരിക്കുന്ന ചുമട് നിന്റെ തോളിൽ നിന്ന് നീക്കിക്കളയത്തക്ക തലത്തിൽ. ഹല്ലേലൂയ. അടുത്തത്, അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിഞ്ഞു പോകത്തക്ക തലത്തിൽ അഭിഷേകം നിന്നെ ബലപ്പെടുത്തുവാൻ തുടങ്ങും. ഇന്ന് രാത്രി ചില ബന്ധനങ്ങളിൽപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികളോട്, ചില കുടുംബങ്ങളോട് ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം നിങ്ങളുടെ മേൽ പകരുവാൻ പോകുക. റേച്ചലിനോട് കർത്താവ് ഈ രാത്രി പറയുന്നു, നിന്റെ മേൽ എന്റെ അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടാൻ പോകുകയാണ്. ചില മുഖങ്ങളെ നീ തകർക്കും. ഹല്ലേലൂയ. ചില വെല്ലുവിളികളെ നീ അവൻ ഒടിച്ചു കളയത്തക്ക തലത്തിൽ, ശത്രു നിനക്കെതിരെ വെച്ച ചില മുഖങ്ങളെ ഇല്ലാതാക്കത്തക്ക തലത്തിൽ റേച്ചൽ മാത്യുവിനോട് കർത്താവ് പറയുന്നു, നിന്റെ മേൽ ഈ ദിവസങ്ങളിൽ എന്റെ ആത്മാവ് അഭിഷേകമായി വെളിപ്പെടും, അത് ചില മുഖങ്ങളെ തകർക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നിന്നോട് ദൂത് സംസാരിക്കുക. ഒരു നിമിഷം എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഭിഷേകം ഒരു ദൈവ പൈതലിലേക്ക് വെളിപ്പെടുവാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവ്
അഭിഷേകമായി നമ്മിൽ വ്യാപരിക്കാൻ തുടങ്ങിയ തിരുവെടുത്ത് പറയുന്നു, നിന്നെ ഒതുക്കുവാൻ ഒരു നുകങ്ങൾക്കും കഴിയത്തില്ല, നിന്നെ ഒതുക്കുവാൻ ഒരു പൈശാചികനും കഴിയത്തില്ല, നിന്നെ ഇല്ലാതാക്കുവാൻ ഒരു അന്ധകാരത്തിനും കഴിയത്തില്ല, നിന്നെ കെടുത്തിക്കളയുവാൻ പിശാച് എന്തെല്ലാം പ്ലാനുകൾ ഇട്ടാലും ആ നുകങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അഭിഷേകത്തിന് പുഷ്ടി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇത് രാത്രി ദൈവമക്കൾ തിരിച്ചറിയേണ്ടത്, എത്രത്തോളം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് നടക്കുവാൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ സ്ഥിതി മാറുവാൻ തുടങ്ങും. എത്രത്തോളം ആത്മസാന്നിധ്യത്തോട് ചേർന്ന് നമ്മൾ നടക്കുവാൻ തുടങ്ങുമോ അത്രത്തോളം നാം എല്ലായിടങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങും. അഭിഷേകം നുകങ്ങളെ തകർക്കും. അഭിഷേകം ബന്ധനങ്ങളെ ഇല്ലാതാക്കും. അഭിഷേകം നിന്റെ കഴുത്തിൽ വെച്ചിരിക്കുന്ന നുകങ്ങളെയും നിന്റെ തോളിൽ വെച്ചിരിക്കുന്ന ചുമടുകളെയും എടുത്തു കളഞ്ഞുകൊണ്ട് നീ ശത്രുവിനെ കുടഞ്ഞു കളഞ്ഞ് ധൈര്യത്തോടെ എഴുന്നേറ്റ് വരത്തക്കവണ്ണം ആത്മാവ് നമ്മുടെ മേൽ അഭിഷേകമായി പകർന്നിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അകലിന്ന് രാത്രി കർത്താവ് ഓർപ്പിക്കുന്നത്, എത്രത്തോളം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് നടക്കുവാൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വലിയ ജയങ്ങളെ തരുവാൻ ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. Our God is a God of deliverance. Hallelujah. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. Hallelujah. Holy Spirit is the spirit of deliverance. പരിശുദ്ധാത്മാവ് വിടുവിക്കുന്ന ആത്മാവാണ്. നിന്റെ നുകങ്ങളെ തകർക്കുന്ന ആത്മാവാണ്. എപ്പോഴെല്ലാം ആത്മാവ് അഭിഷേകമായി നമ്മുടെ മേൽ ഇറങ്ങുമോ അപ്പോഴെല്ലാം നുകങ്ങൾ തകർന്നുകൊണ്ടേയിരിക്കും. പുഷ്ടി നിമിത്തം നുകങ്ങൾ തകരുമെന്ന് വിശുദ്ധ തിരുവെടുത്ത് നമ്മെ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ദൈവമക്കളെ ഇന്ന് രാത്രി ഓർക്കുക, ക്രിസ്തീയ ജീവിതത്തിൽ തിരിച്ചിട്ട് നീ ബന്ധനത്തിനകത്തിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കെട്ടപ്പെട്ടിരിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. നുകങ്ങൾ കൊണ്ട് നടക്കുവാൻ, ശത്രു വെച്ച നുകങ്ങളുമായി നീ നടക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്താ നാം ചെയ്യേണ്ടത്? അവന്റെ അഭിഷേകത്തിനായി കൊതിക്കുക, അവന്റെ അഭിഷേകത്തോട് ചേർന്ന് നടക്കുക. അത് നടക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്ഥിതികളെ മാറ്റിക്കൊണ്ട് ദൈവം നമ്മെ ആദരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി റേച്ചൽ മാത്യുവിനോട് പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, നാളുകളായുള്ള നിന്റെ വ്യസനങ്ങളെ ഞാൻ മാറ്റും. നാളുകളായി നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുള്ള സങ്കടങ്ങളെ ഞാൻ എടുത്തു മാറ്റി എന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി എനിക്കിതിനെ അധികം മാനിക്കത്തക്കവണ്ണം എന്റെ കരം ഞാൻ നിന്റെ മേൽ വെളിപ്പെടുത്തി എനിക്ക് നിന്നെ സഹായിക്കുവാനുണ്ട് എന്ന് ദൈവാത്മാവ് ഈ രാത്രി സംസാരിക്കുകയാണ്. നീ ആയിരിക്കുന്ന ദേശത്ത് എന്റെ ഗ്ലോറി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. നിന്റെ നിന്നെ ഞാൻ ഉരുട്ടി മാറ്റിക്കൊണ്ട് എന്റെ മഹത്വത്തിനും പദ്ധതിക്കുമായി ഞാൻ നിന്നെ ജയത്തോടെ നടത്തുമെന്ന് ഈ രാത്രി കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഒരു നിമിഷം ദൈവമക്കൾ എല്ലാവരും ചേർന്ന് സിസ്റ്ററായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട്. ചില വെല്ലുവിളികൾ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ചില പൈശാചിക മുഖങ്ങൾ ഈ രാത്രി തകരട്ടെ. ശത്രു വെച്ച ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. വിടുതൽ ആ കുടുംബത്തിനകത്തും ആ സിസ്റ്ററിന്റെ ലൈഫിൽ കർത്താവ് വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളെ ശ്രദ്ധിച്ചു, പരിശുദ്ധാത്മാവ് രണ്ടാമതായി നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ മേൽ തന്നിരിക്കുന്നത് അഭിഷേകമായി നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി വേഗത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എടുത്തിട്ട് സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് വേഗത്തിൽ ഞാൻ പോവുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിലേക്ക് ഇവിടെ വായിക്കുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആസ് എ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്. അവൻ പുത്രത്വത്തിന്റെ ആത്മാവായി കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വാക്യം വീണ്ടും കാണാം. വേഗത്തിൽ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം നിങ്ങൾ നോട്ട് ചെയ്തുകൊള്ളണം, പിന്നെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയും. 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, 6-7. നിങ്ങൾ മക്കൾ ആകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അടുത്തത്, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ എത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. എന്താ ഇതിന്റെ അർത്ഥം? Now the Holy Spirit is in us like the spirit of sonship. Hallelujah. പുത്രത്വത്തിന്റെ ആത്മാവായി. Hallelujah. നമ്മുടെ മേൽ ദാസ്യത്വത്തെ എടുത്തു കളഞ്ഞ് നമ്മുടെ ദാസ്യത്വം മാറ്റി അടിമത്വത്തിന്റെ ആത്മാവിനെ മാറ്റിയിട്ട് പുത്രത്വത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ പുത്രത്വം നമുക്ക് നൽകേണ്ടതിനായി വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, പരിശുദ്ധാത്മാവിനെ നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവായി, അഡോപ്ഷന്റെ ആത്മാവായി
ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തുള്ള കൃപയ്ക്കായി യാചിക്കുവാനും കഴിയേണ്ടതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ധൈര്യത്തോടെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലത്തക്ക തലത്തിൽ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്തോത്രം, നാം കൃപയിലേക്ക് വന്ന നിമിഷം മുതൽ നമ്മളിപ്പോൾ ആരല്ല? ദൈവരാജ്യത്തിൽ അടിമകളല്ല. വി ആർ ദ സൺസ് and daughters in the kingdom of God. ദൈവരാജ്യത്തിനകത്ത് നാം അവന്റെ പുത്രന്മാരായി തീരത്തക്ക തലത്തിൽ തന്റെ ആത്മാവിനെ, കർത്താവിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പുത്രത്വത്തിന്റെ ആത്മാവായി തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ഹല്ലേലൂയ അപ്പാ എന്ന് വിളിക്കേണ്ടതിന്, പിതാവേ എന്ന് വിളിക്കേണ്ടതിന്, എന്റെ അപ്പോ എന്ന് വിളിക്കേണ്ടതിന്, ഡാഡി എന്ന് വിളിക്കേണ്ടതിന്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അവൻ തന്റെ ആത്മാവിനെ പുത്രത്വത്തിന്റെ ആത്മാവായി നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് കൃപാസനത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ, ഞാൻ കയറി ചെല്ലുമ്പോൾ ഭയത്തോടെ കയറി ചെല്ലാതെ, എപ്രകാരം ഒരു മകൻ, ഒരു മകൾ അവരുടെ അപ്പന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോടെ ചെല്ലുന്നത് പോലെ ബഹുമാനത്തോടും സ്തോത്രത്തോടും സ്തുതികളോടും കൂടെ ധൈര്യത്തോടെ ചെന്ന് അവന്റെ നാമത്തെ സ്തുതിക്കത്തക്ക തലത്തിൽ തിരുവെഴുത്ത് പറയുന്നു, ദാസ്യത്വത്തെ എടുത്തു കളഞ്ഞ് അടിമച്ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് പുത്രത്വത്തിന്റെ ആത്മാ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ പുത്രന്മാരാക്കുവാൻ പരിശുദ്ധാത്മാവിനെ പുത്രത്വത്തിന്റെ ആത്മാവായി നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. രാത്രി വിശ്വസിക്കണം, നീ ദൈവരാജ്യത്തിനകത്ത് ഒരു യാചകനല്ല, പിന്നെയോ ഹല്ലേലൂയ പുത്രത്വത്തിന്റെ പദവിയോടുകൂടെ ധൈര്യത്തോടെ അവന്റെ രാജ്യത്തിനകത്തുള്ള സകല അനുഗ്രഹങ്ങളും അവകാശമാക്കിക്കൊണ്ട് ധൈര്യത്തോടെ ഏതു നേരത്തും അപ്പാ പിതാവിനെ വിളിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലത്തക്കവണ്ണം അവൻ നമുക്ക് കൃപകളെ തന്നിരിക്കുകയാണ്. മനസ്സിലായിരുന്നു ചേർന്ന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, ശത്രു നമുക്കെതിരെ എന്തെല്ലാം വെല്ലുവിളികളാണ് പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന, ദുഷ്ടപിശാ ചിന്തിപ്പിക്കുന്ന രീതിയാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാനൊരു പെണ്ണല്ലേ, ഒരു സാധാരണക്കാരനായ സഹോദരനല്ലേ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലല്ലോ, എനിക്ക് വലിയ കഴിവില്ലല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, അതൊന്നും പരിശുദ്ധാത്മാവല്ല നിങ്ങൾ ഇടപെടുന്നത്. പിന്നെ അതാരാണ്? ദുഷ്ടപിശാച് നമ്മുടെ ധൈര്യത്തെ ചോർത്തുവാൻ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നാം കയറാതിരിക്കുവാൻ, അവൻ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന അവന്റെ തന്ത്രങ്ങളാണ് അതൊക്കെ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ ദാസ്യത്വത്തിലേക്ക് കൊണ്ടുപോവുകയല്ല, പിന്നെയോ പുത്രത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്ന് അബ്ബാ പിതാവ് എന്ന് വിളിക്കത്തക്കവണ്ണം അവൻ തന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പുത്രത്വത്തിന്റെ ആത്മാവായി നൽകി തന്ന് നമ്മളെ ബലപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേര് ഇന്ന് രാത്രി അത് ആഗ്രഹിക്കുന്നുണ്ട്? ഒരു നിമിഷം ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാണ്. പരിശുദ്ധാത്മാവുമായി എത്രത്തോളം നമ്മൾ ചേർന്ന് നടക്കുമോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏടുകളിലും ആ വിടുതലുകൾ തരുവാൻ നമ്മുടെ ദൈവം ഇന്ന് രാത്രി ശക്തനായ കർത്താവായി അവൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ കർത്താവായി മാത്രമല്ല, ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവായി മാത്രമല്ല, തിരുവെഴുത്ത് പറയുന്നു അഭിഷേകമായി നൽകിയിരിക്കുന്നു. നാലാമത് നമ്മൾ കേട്ടത് തിരുവെഴുത്ത് പറയുന്നു പുത്രത്വത്തിന്റെ ആത്മാവായി അവൻ നമ്മുടെ ഉള്ളിൽ തന്റെ ആത്മാവിനെ നൽകിയിരിക്കുകയാണ്. രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. സ്വതന്ത്രം റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിലേക്ക് വന്നിട്ട്, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കവിടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് രീതികൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിന്റെ 26 മുതൽ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അടുത്ത വാക്യം: വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവഹിത പ്രകാരം ആത്മവിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇവിടെ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നവനായി. ഹല്ലേലൂയ. ഹി ഈസ് ആൻ ഇൻഡ്വെല്ലിംഗ് ഹെൽപ്പർ. നമ്മുടെ ഉള്ളിൽ അധിവസിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ആത്മാവായി. ഹല്ലേലൂയ. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആത്മാവായിട്ടല്ല, നമ്മളെ തള്ളിക്കളയുന്ന ആത്മാവായിട്ടല്ല, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട്
നമ്മുടെ സഹായകനായി നിന്നുകൊണ്ട്, ഇൻഡ്വെല്ലിംഗ് ഹെൽപ്പറായി നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, നമുക്ക് ജയകരമായ ജീവിതം നയിക്കാൻ നമുക്കറിയത്തില്ല, ദൈവവചനം എങ്ങനെ പഠിക്കണം നമുക്കറിയത്തില്ല, വേണ്ട വിശേഷമായ ജ്ഞാനം നമുക്കില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സകല ബലഹീനതയ്ക്കും തുണ നിന്നുകൊണ്ട് നമ്മെ ഡേ ബൈ ഡേ തന്റെ ആത്മാവിന്റെ വിശേഷമായ ജ്ഞാനം കൊണ്ടും പരിജ്ഞാനം കൊണ്ടും അവൻ അറിവ് കൊണ്ടും വെളിപ്പാട് കൊണ്ടും ആലോചനകൾ കൊണ്ടും ഒക്കെ നമ്മെ ജയത്തോടെ നടത്തേണ്ടതിന് അവൻ നമ്മുടെ ഉള്ളിൽ ഒരു സഹായകനായിട്ടിരിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ആൻ ഇൻഡ്വെല്ലിംഗ് ഹെൽപ്പർ ഇൻ us. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എപ്പോഴും തുണ നിന്ന് നമ്മെ സഹായിക്കുന്നവനായി നിൽക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, കർത്താവേ എനിക്ക് വേണ്ട കഴിവില്ലല്ലോ, എനിക്ക് വേണ്ടത് മെടുക്കില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കാം. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെയും എന്നെ വിലയിരുത്തുന്നത് ആ ഒരു സ്റ്റാൻഡേർഡിലോ. പിന്നെ എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതകൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. നമ്മുടെ ഉള്ളിലേക്ക് അവൻ വന്നപ്പോൾ നമ്മളെ മുഴുവനായും അംഗീകരിച്ചുകൊണ്ടാണ് അവൻ നമ്മുടെ അകത്തേക്ക് വന്നത്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ട്, പരിശുദ്ധാത്മാവ് എന്നെ മുഴുവനായും അംഗീകരിച്ചിട്ടാണ് എന്റെ ഉള്ളിലേക്ക് അവൻ വന്നത്. അതുകൊണ്ട് അവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നത് സഹായകനായിട്ടാണ്, എന്നെ രാവും പകലും സഹായിക്കുന്ന മൈ ബെസ്റ്റ് helper. Hallelujah. My suitable companion. Always he is with me. അവൻ എപ്പോഴും എന്റെ കൂടെ, എനിക്ക് വേണ്ടി തക്ക തുണയായി, എന്റെ സഹായകനായി എന്നോട് കൂടെ ഇരുന്നു കൊണ്ട് എന്റെ ബലഹീനത മനസ്സിലാക്കി എന്നെ ഗൈഡ് ചെയ്യുവാൻ അവൻ എന്റെ ഉള്ളിൽ ഒരു ഇൻഡ്വെല്ലിംഗ് ഹെൽപ്പറായി, എന്റെ സഹായകനായി, എനിക്ക് തുണ നിൽക്കുന്നവനായി പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. എത്ര പേര് രാത്രി ആ ആത്മാവിനെന്ന് നന്ദി പറയാൻ തയ്യാറാകും? പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ. എന്റെ സകല ബലഹീനതകൾ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ഉള്ളത്തിൽ വാസം ചെയ്യുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവെ, കഴിവില്ലാത്ത എന്നെ, യോഗ്യതയില്ലാത്ത എന്നെ കർത്താവെ നീ മുഴുവൻ അറിഞ്ഞിട്ടും നീ എന്റെ ഉള്ളിലേക്ക് വന്ന് നീ വസിക്കുന്നതിനായി നന്ദി എന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാകും? അങ്ങനെയുള്ളവരോട് കൂടെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ആത്മാവിന്റെ സഹിത്വം നിങ്ങളുടെ കൂടെ വെളിപ്പെടുവാൻ പോകുകയാണ്. അവന്റെ കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകാൻ പോവുകയാണ്. കർത്താവിന്റെ ആത്മാവ് അർപ്പിക്കുന്നത്, നിന്റെ ശുശ്രൂഷകളെ ഞാൻ ആദരിക്കും. മനുഷ്യൻ നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളാതെ എന്റെ ഗ്ലോറി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ മാറ്റും. നിന്റെ കൂടാരത്തെ ഞാൻ എഴുന്നേൽപ്പിക്കും. നിന്റെ കൂടാരം ഞാൻ പണിയും. നിന്റെ കൂടാരത്തെ എന്റെ മഹിമയ്ക്കായി പണിതെടുക്കും. എന്റെ മഹത്വത്തിനായി നിന്റെ കുടുംബത്തെ ഞാൻ നിലനിർത്തും. പലപ്പോഴും ശത്രുവായവൻ വേരോടെ പറിച്ചു കളയുക, പലപ്പോഴും വെല്ലുവിളിച്ച സ്ഥാനത്ത് ഞാൻ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ഇതുവരെ നിന്നെ നിന്റെ കുടുംബത്തെയും നിലനിർത്തിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, വിശേഷമായി ഇത് ചിലത് ഈ ദിവസങ്ങളിൽ ഞാൻ പകർന്നു തന്ന് ഞാൻ നിന്നെ അധികം ബലപ്പെടുത്തി എന്റെ മഹിമയ്ക്കായി നിർത്തുമെന്ന് ആത്മാവിരാത്ത് നിന്നോടും സംസാരിക്കുകയാണ്. ഈ മക്കളെ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് നമ്മളെ വേലയ്ക്ക് വിളിക്കുമ്പോൾ നമ്മുടെ കഴിവ് നോക്കിയിട്ടല്ല വിളിക്കുന്നത്, നമ്മുടെ മിടുക്ക് നോക്കിയിട്ടല്ല വിളിക്കുന്നത്. അവൻ നോക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളും നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളും ഞാനും അവന്റെ സന്നിധിയിൽ സറണ്ടഡ് ആണോ, അവന്റെ കരത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാണോ എന്ന് മാത്രമേ കർത്താവിന്റെ ആത്മാവ് നോക്കുന്നുള്ളൂ. അതിന് നമ്മൾ റെഡിയാണെങ്കിൽ, കഴിവില്ല എന്ന് പറഞ്ഞ നിന്നെ, ബുദ്ധിയില്ല എന്ന് പറഞ്ഞ നിന്നെ, അവൻ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന എന്ത് വിഷയമാകട്ടെ, നിന്നെ നടത്തുവാൻ അവൻ തന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് സഹായകനായി, നമ്മുടെ തുണ നിൽക്കുന്നവനായി അവൻ നമ്മോട് കൂടെ വ്യാപരിക്കുകയാണ്. എത്ര പേരൊന്ന് ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്ന ആത്മാവായി നമ്മുടെ അകത്ത് വ്യാപരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്ക് നിർത്താം. ആ വാക്യത്തിൽ തന്നെ പറയുന്ന അടുത്ത ഒരു കാര്യം ഇങ്ങനെ വായിക്കുന്നത്, അവിടെ വായിക്കുന്നു, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അവൻ നമ്മുടെ ബലഹീനയ്ക്ക് തുണ നിൽക്കുക മാത്രമല്ല, തിരുവെഴുത്ത് പറയുകയാണ്, he is an indwelling intercessor for us. നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി രാവും പകലും നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുകയാണ്, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. രാവും പകലും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ
അതെ, വചനം പറയുന്നു അവൻ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയാണ്. He is an indwelling intercessor for us. Hallelujah. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത്, വചനം പറയുന്നു നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, വചനം പറയുകയാണ് അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പക്ഷം പിടിച്ച് നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ, പുത്രനായ യേശുവിന്റെ രക്തത്തിന്റെ മുമ്പാകെ, പുത്രനായ ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് രാവും പകലും നമ്മുടെ ഉള്ളിൽ അധിവസിച്ചുകൊണ്ട് നമ്മെ കുറ്റപ്പെടുത്തുകയല്ല ദൈവമുമ്പാകെ, നമ്മളെ കുറിച്ചുള്ള കംപ്ലൈന്റുകൾ ദൈവത്തോട് അറിയിക്കുകയല്ല, പിന്നെയോ രാവും പകലും നമുക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുകയാണ്, പക്ഷവാദം കഴിക്കുകയാണ്. ആരോടൊക്കെയോ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു നിന്റെ ബലഹീനതകളെ വകവെക്കാതെ നിന്നെ കുറിച്ചുള്ള ദൈവിക നിയോഗം പൂർത്തീകരിക്കേണ്ടത് സൂസൻ തോമസ് കുടുംബത്തോട്, അച്ചായനോട്, കുടുംബത്തോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു ഒരു നിയോഗം നിന്റെ മേലുണ്ട്. ആ നിയോഗം പൂർത്തീകരിക്കേണ്ടതിന് എന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു നിന്നുകൊണ്ട് ഈ ദിവസം നീ എഴുന്നേറ്റ് വരട്ടെ. അതുരാരകർക്കമന ശത്രുവായ പല തലത്തിൽ നിന്റെ മുന്നേറ്റങ്ങളെ കെടുത്തുവാൻ ശത്രു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു നിന്റെ മേലുള്ള നിയോഗം പൂർത്തീകരിക്കേണ്ടതിന്, നിന്റെ മേലുള്ള എന്റെ വിളി പൂർത്തീകരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിച്ചുകൊണ്ട് എന്റെ മഹിമയ്ക്കായി നിന്നെയും നിലനിർത്തേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടിയും വാദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്, രാപ്പകൽ മധ്യസ്ഥത അണയ്ക്കുന്നു എന്ന്, പക്ഷം പിടിച്ചു വാദിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി സംസാരിക്കുകയാണ്. ദൈവമക്കളെ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വിളിച്ചപ്പോ നമ്മുടെ മിടുക്ക് നോക്കി കർത്താവ് വിളിച്ചില്ല. എനിക്ക് ഒരു വാക്ക് പോലും പറയാൻ അറിയാത്ത എന്നെ, സ്തോത്രം, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ 27 വയസ്സായി. എനിക്ക് ആകെപ്പാട് അറിയാവുന്ന എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു 4-5 സങ്കീർത്തനം, 1-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 86-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം. ഇതല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോ രാവും പകലും വചനത്തോട് ചേർന്നിരിക്കത്തക്ക തലത്തിലുള്ള വിശേഷമായ കൃപ കർത്താവ് എന്റെ മേൽ പകരുവാൻ തുടങ്ങി. ഒരു മാസം കൊണ്ട് അവൻ എല്ലാ ദിവസവും 40 അധ്യായം വെച്ച് വായിച്ച് അവൻ 30 ദിവസം ഹോൾ ബൈബിൾ വായിച്ചു തീർക്കും. അങ്ങനെ പല ആവർത്തി വായിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ ആത്മാവിന്റെ കണ്ണ് തുറക്കാൻ തുടങ്ങി, വചനത്തിന്റെ വെളിപ്പാട് കാണുവാൻ അവന്റെ കാത് തുറക്കാൻ തുടങ്ങി, ആത്മമണ്ഡലങ്ങളെ ദർശിക്കത്തക്ക തലത്തിൽ ആത്മാവിന്റെ കണ്ണ് തുറക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിലെ കേൾക്കുന്നവരോടെല്ലാം പരിശുദ്ധാത്മ പറയുന്നു നിന്റെ കഴിവോ നിന്റെ മിടുക്കോ നോക്കിയിട്ടല്ല അവൻ നിന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്, നിന്റെ മേൽ അവൻ നിയോഗം തന്നിരിക്കുന്നത് നിന്റെ മിടുക്ക് നോക്കിയിട്ടല്ല, പിന്നെയോ എത്രത്തോളം നീ അവന്റെ സന്നിധിയിൽ അവൻ സ്വതന്ത്രം സമർപ്പിക്കപ്പെടുമോ അതിനനുസരിച്ച് അവൻ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യേണ്ടതിന് രാവും പകലും പിതാവിന്റെ മുമ്പാകെ പക്ഷം പിടിച്ചു വാദിച്ച് നിന്റെ കുറവുകളെ കാണാതെ മറച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുന്ന പരിശുദ്ധാത്മാവായി അവൻ നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ആൻ ഇൻഡ്വെല്ലിംഗ് ഇന്റർസെസർ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നത് നമുക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ മേലുള്ള നിയോഗം പൂർത്തീകരിക്കുവാൻ, നമ്മുടെ മേലുള്ള വിളി പൂർത്തീകരിക്കേണ്ടതിന്, നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ നിയോഗം പൂർത്തീകരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് അവൻ പക്ഷവാദം ചെയ്തുകൊണ്ട് രാവും പകൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാമോ? സമയം മുന്നോട്ട് പോയത് കൊണ്ട് എന്റെ വാക്ക് നിർത്തുകയാണ്. അധുനമനഘടക ശബ്ദം എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു നിങ്ങളുടെ സ്ഥിതി മാറുവാൻ പോകുക. ഈ പ്ലാറ്റ്ഫോമിൽ ഇത് രാത്രി ശ്രദ്ധിക്കുന്ന എല്ലാവരോടും, അവൻ ഈ ഓൺലൈനിലൂടെ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവരോടും കർത്താവിന്റെ പരിശുദ്ധാത്മ പറയുന്നു നിന്റെ കഴിവ് നോക്കിയല്ല ഈ നിയോഗം നിനക്ക് തന്നിരിക്കുന്നത്, നിന്റെ മിടുക്ക് നോക്കിയല്ല ഈ നിയോഗം നിനക്ക് തന്നത്. അവൻ പറയുന്നത് അനുസരിക്കുവാൻ നീ തയ്യാറായാൽ, അവന്റെ ആലോചനകളെ നിരസിക്കാതെ അവന്റെ വാക്കുകൾക്ക് നീ ചെവി കൊടുത്ത് അവന്റെ ശബ്ദത്തിനായി നിന്നു കൊടുത്താൽ അതുരാരകൽക്കമന കഴിവില്ലാത്ത നിന്നെ, പ്രാപ്തിയില്ലാത്ത നിന്നെ, നാട്ടുകാർ വിധി എഴുതി തള്ളിക്കളഞ്ഞ നിന്നെ അവന്റെ മഹത്വത്തിനായി നിർത്തുവാൻ നമ്മുടെ കർത്താവിനെ കഴിയുക തന്നെ ചെയ്യും. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവൻ ഇന്ന് രാത്രി റീജമോ നല്ല രീതിയിൽ വർഷിപ്പ് ചെയ്തല്ലോ, അതോർത്ത് കർത്താവിനെ സ്തുതിക്കുക. ദൈവം പൈതലെ വീണ്ടും അഭിഷേകത്തോടെ നിർത്തട്ടെ, കർത്താവിന്റെ കൃപകൾ പകരട്ടെ. ജർമ്മനിയിൽ ആയിരിക്കുന്നിടത്ത് അവിടെയുള്ള ഭാഷക്കാരോട് ശബർത്തുനിയാരകൽക്കമന റീജ നിന്നോട് കർത്താവിന്റെ ആത്മാ പറയുന്നു നീ ചെന്നിരിക്കുന്ന രാജ്യത്തിന്റെ ഭാഷ നിന്റെ മദർ ടങ്ങായി മാറത്തക്ക തലത്തിൽ എന്റെ വിശേഷമായ കൃപ ഞാൻ നിന്നെ പകരും. നീ ആ ഭാഷയിൽ
അനേകരോട് എന്റെ ആലോചനകളെ അറിയിക്കത്തക്ക തലത്തിൽ ഞാൻ നിന്നെ ബലപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി റീജോട് കർത്താവ് സംസാരിക്കുന്നു. എവിടെയൊക്കെ ശത്രു നിന്നെ ഒതുക്കുവാൻ, ആ രാജ്യത്തേക്ക് എത്താതിരിക്കുവാൻ ശത്രു വാദിച്ചോ, അവിടെ നിന്ന് ഞാൻ നിന്നെ ഉയർത്തി ഞാൻ ആ ദേശത്ത് എത്തിച്ചെങ്കിൽ ആത്മാവ് രാത്രി പറയുന്നു, എന്റെ വിശേഷമായ പദ്ധതികൾ വരും നാളുകളിൽ നിന്നിലൂടെയും ഞാൻ ആ രാജ്യത്ത് ആ ഭാഷയിൽ അനേക വിടുതലിനായി ആശ്വാസത്തിനായി നിന്നെ കുടുംബമായ രാജ്യത്ത് എഴുന്നേൽപ്പിക്കത്തക്കവണ്ണം എന്റെ തേജസ്സും എന്റെ വല്ലഭത്വവും നിന്നെ മേൽ വെളിപ്പെടുമെന്ന് ഈ രാത്രി നിന്നോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഒരു നിമിഷം ദൈവമക്കൾ കർത്താവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഇന്ന് രാത്രി ആത്മാവിന് വഴങ്ങുവാൻ എത്ര പേർ തയ്യാറാകും? പരിശുദ്ധാത്മാവിന് കർത്തൃത്വം വിട്ടുകൊടുക്കുവാൻ എത്ര പേർ തയ്യാറാകും? അവന്റെ കർത്തൃത്വം ഒന്ന് ഏറ്റെടുക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? തിരുവെടുത്ത് പഠിപ്പിക്കുന്നു, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ കർത്താവായി, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവായി, അഭിഷേകമായി, മുഖങ്ങളെ തകർക്കുന്നവനായി നമുക്ക് വേണ്ടി ഹല്ലേലൂയ രാവും പകലും പുത്രത്വത്തിന്റെ ആത്മാവായി നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് ധൈര്യത്തോടെ പിതാവിന് മുമ്പിൽ നിൽക്കുവാൻ അവൻ നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. പ്രസാദിനോട് കർത്താവിന്റെ ആത്മാ പറയുന്നു, പ്രസാദ് ബ്രദർ, the Lord is telling me to say hallelujah. കർത്താവിന്റെ ആത്മാ പറയുന്നു, നിന്നെ കുറിച്ചുള്ള എന്റെ ചില ആലോചനകളുണ്ട്, നിന്നെ കുറിച്ചുള്ള എന്റെ ചില പ്ലാനുകളുണ്ട്. വരും നാളുകളിൽ വരും താമസമെങ്കിൽ അത് ഞാൻ നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ച് എന്നെ നിന്റെ മേലും എന്റെ മഹത്വം വെളിപ്പെടുത്തി, എന്റെ നാമനിമിത്തമുള്ള അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വെളിപ്പെടുത്തി എനിക്ക് നിന്നെ അധികം ശ്രദ്ധയോട് ആദരിക്കത്തക്കവണ്ണം എന്റെ കൃപകളെ പകരുവാൻ എനിക്ക് പ്ലാൻ ഉണ്ടെന്ന് നിന്നോടും ഇന്ന് രാത്രി കർത്താവ് സംസാരിക്കുന്നു. ആകെ കർത്തൃകരത്തിലേക്ക് ഏൽപ്പിക്കട്ടെ വലിയ ചില വിടുതലുകൾ. നീ ആയിരിക്കുന്നിടത്തും നിന്റെ സ്വദേശത്തിന്റെ പിതൃഭവനത്തിൽ ഒക്കെ ഞാൻ വിടുതലെ കൽപ്പിച്ചു എന്റെ മഹത്വത്തിനും മഹിമയ്ക്കുമായി ഞാൻ നിന്നെയും നിലനിർത്തുമെന്ന് ആമേ കർത്താവിന്റെ ആത്മാവ് രാത്രി സംസാരിക്കുന്നു. ആകെ അവന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് രാത്രി സംസാരിക്കുന്നു. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചോട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷക്തന്മാർ ഉൾപ്പെടെ സകലരോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ മേലുള്ള നിയോഗം പൂർത്തീകരിക്കുവാൻ, നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതികളെ നിറവേറ്റി തീർക്കുവാൻ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി രാവും പകലും പക്ഷപാതം ചെയ്യുന്നവനായി, നമ്മുടെ കുറുമകളെ പിതാവിനോട് ചൂണ്ടിക്കാണിക്കുന്നവനായിട്ടല്ല, അത് മറച്ചുകൊണ്ട് നമ്മുടെ മേലുള്ള നിയോഗം പൂർത്തീകരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി രാവും പകലും പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ ഇന്ന് രാത്രി മുതൽ വിശേഷമായ സമർപ്പണത്തോടെ മുന്നേറുവാൻ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം എല്ലാവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോട്ടെ. ഈ അമൻ സ്വതന്ത്രം ലവ് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിന്റെ ഈ 108ാമത് ഓൺലൈൻ അമൻ സ്വതന്ത്ര വർഷിപ്പിലൂടെ, വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും തുടർന്നുള്ള ദിവസങ്ങളിലും അനേക കുടുംബങ്ങളെ സ്പർശിക്കട്ടെ. അനേക കുടുംബങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് ഒരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമായി രാജ്യങ്ങളിൽ നിന്ന്, ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന് അനേക രീതിയിലേക്ക് കടന്നു വന്ന് വിടുതൽ പ്രാപിക്കത്തക്ക തലത്തിൽ ദൈവകൃപ പകരപ്പെടേണ്ടതിനായി നമുക്ക് ഒരു നിമിഷം ചേർന്ന് ബ്ലസ് ചെയ്യാം. പിതാവ്, ഞങ്ങൾ അങ്ങനെ തന്നെ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അപ്പസ്തോലിക അഭിഷേകത്തിന് അധികാരത്തിൽ ആ റിലീസ് ഞങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ നിന്റെ മക്കളുടെ മേലെ ബ്ലെസ്സിംഗ് ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷ വിശാലമാകട്ടെ. അനേകർക്ക് അത് അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. തലവടക്ക് എല്ലാവരുടെ മേലും അങ്ങയുടെ കരം ഈ രാത്രി വെളിപ്പെടട്ടെ, ശക്തിയോടെ വെളിപ്പെടട്ടെ. ഇന്ന് ഈ നിമിഷം എന്റെ കുഞ്ഞുങ്ങളിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേയും ആമേൻ. അവസരമൊരുക്കിയ കർത്താവിന്റെ ദാസി, കൂട്ടുദാസൻ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട ഭവനം, ഈ പ്രയർ പ്ലാറ്റ്ഫോം എല്ലാവരോടും ഒരിക്കൽ കൂടെ ക്രിസ്തുവിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ വൈഫ് ശിവ, മക്കള് 3 പേര്. മൂത്ത മോള് ഇപ്പോൾ കരുത്താസ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോള് BSc നഴ്സിംഗ് ആയിട്ട് ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിൽ നെല്ലൂര് ഇപ്പോൾ ഓൾറെഡി അവിടേക്ക് പഠനം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിരിക്കുന്നു. ഇളയ മോനാണ്, അവൻ ഓൾറെഡി ഇപ്പോൾ മറിയൻ കോളേജ് കുട്ടിക്കാനത്ത് BSW ഫസ്റ്റ് ഇയർ അഡ്മിഷൻ ആയിട്ട് ആയിരിക്കുന്നു. പപ്പയും അമ്മയും ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷം ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.